കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. ഒരാൾ ഒരു ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പം 18% നഷ്ടമുണ്ടായി. 15% ലാഭം കിട്ടണമായിരുന്നെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഒരു ഡസൻ ബാഗിൻ്റെ വിറ്റ വിലയാണ് 4920. അങ്ങനെങ്കിൽ ഒരു ബാഗിൻ്റെ വിറ്റ വില എത്ര എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? 4920 ഭാഗം 12. 492നെ 12 കൊണ്ട് ഹരിച്ചാൽ 41, ഒരു 0 കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഒരു ബാഗിൻ്റെ വിറ്റ വില 410 മനസ്സിലായി. ക്ലിയർ ആണോ? ഇവിടെ എന്താ സംഭവിച്ചേ? നഷ്ടമുണ്ടായി. എത്ര നഷ്ടമുണ്ടായി? 18% നഷ്ടം. 18% നഷ്ടത്തിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? 100% ഉണ്ടായിരുന്നു, 18 നഷ്ടമായി. അറ്റ് പ്രസൻറ്റ് അവിടെ എത്രയേ ഉള്ളൂ? ബാക്കി 82% ഉള്ളൂ. എപ്പോഴാണ് ഈ നഷ്ടം ഉണ്ടായത്? 410 അത് വിറ്റപ്പം. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം, 82% വിലയാണ് 410. എന്താ കണ്ടുപിടിക്കേണ്ടത്? 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. 15% ലാഭത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഉണ്ടായിരുന്നു, 15 കൂടെ വന്നു, അപ്പം 115 റെപ്രസെൻ്റ് ചെയ്യാം. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ഈ 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് അറിയേണ്ടത്. ഇനി ഇവരെ ഒന്ന് ക്രോസ് ചെയ്താൽ പോരെ? സ്റ്റെപ്പുകൾ പറഞ്ഞേ. 115 ഇൻറ്റു 410 ഡിവൈഡഡ് ബൈ 82. ഇവിടെ ആരൊക്കെ ക്യാൻസലാകും? എൻ്റെ കുട്ടികൾക്ക് നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് 82നെ 410നും കൂടെ വെട്ടിക്കളയാം അല്ലേ? എങ്ങനെയാ? 82 ഗുണം 5 410. അപ്പം ബാക്കി എന്ത് വന്നു? 115 ഗുണം 5. നമ്മുടെ ആൻസർ 575 രൂപയ്ക്ക് ഓരോ ഭാഗ്യം വിൽക്കുമ്പോഴാണ് 15% ലാഭം കിട്ടുന്നത്. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ ഓക്കെ, താങ്ക് യു.